ഫ്രണ്ട്സ്, ക്ലാസ് റൂം PSCയിലേക്ക് സ്വാഗതം. PSCക്ക് പഠിക്കാൻ സഹായിച്ച ടെലഗ്രാം ചാനലുകൾ ഞാൻ എങ്ങനെ LDC നേടി, എൻ്റെ സ്റ്റഡി പ്ലാൻ എന്നീ വീഡിയോകൾ ചെയ്തപ്പോൾ അതിന് താഴെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇനി പഠിച്ചു കഴിഞ്ഞാൽ LDC കിട്ടുമോ, SCRT എങ്ങനെ പഠിക്കണം, ഏത് റാങ്ക് ഫയൽ വെച്ച് പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, പ്രൈവറ്റ് ജോലിക്കിടെ പഠിച്ചാൽ ജോലി കിട്ടും, അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ എങ്ങനെ ഫലപ്രദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ LDC ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ് നല്ലതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് അറിഞ്ഞ് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള LDCയുടെ സിലബസ് നമ്മൾ അറിയണം. ആ സിലബസ് നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി പ്രിൻ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള PSCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും താഴോട്ട് വരുമ്പോഴത്തേനും PSC ബുള്ളറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നതിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഐക്കൺസ് കാണാം. ആ ഐക്കൺസിൽ സിലബസ് എന്ന് പറഞ്ഞ ഒരെണ്ണം കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ 2024 എന്നൊരു ഓപ്ഷൻ കാണാം. അതെടുത്ത് കഴിയുമ്പോൾ അതിൽ ലാസ്റ്റ് പേജിൽ LDCയുടെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് കിട്ടും. അത് പ്രിൻ്റ് എടുത്ത് അത് നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ PSC പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ചെയ്യുന്നത്, അതായത് 1.5 മണിക്കൂർ PSC എക്സാമിനെ നമ്മൾ സമീപിക്കുന്ന അതേ മൈൻഡോട് കൂടി തന്നെ വേണം നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട്. അത് നമ്മൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. തുടക്കക്കാരാണെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. ചിലർ പറയുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേനും നെഗറ്റീവ് മാർക്ക് കൂടുന്നു, അപ്പം മനസ്സ് നെഗറ്റീവായി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നെഗറ്റീവ് മാർക്ക് കൂടുന്നത് നമ്മൾ വിഷയമാക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അതുപോലെ നമ്മൾ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് നമ്മൾ പഠിച്ച് ഒരു ഏകദേശം ആകുമ്പോഴത്തേനും നമ്മുടെ നെഗറ്റീവ് മാർക്ക് കൂടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനുള്ള മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം നമുക്കൊരു ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഏതൊക്കെ മേഖലയിൽ നിന്ന് വേണം PSC റിപ്പീറ്റായിട്ട് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന മേഖലകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് സെലക്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ വൈറ്റമിൻസ്, ഉത്തരപർവ്വത മേഖല, ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ പീഠഭൂമി, ഭരണഘടനാ ഭേദഗതികൾ, ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, IT ആക്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട്. ഇങ്ങനെ കുറേ ഭാഗങ്ങളിൽ നിന്നാണ് PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു റിപ്പീറ്റഡ് പോർഷൻസിനെ നമ്മൾ എടുത്തിട്ട് ഒരു പോയിന്റ് വൈസ് എഴുതി വെക്കുന്നതാണ് നമ്മുടെ സെലക്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സെലക്ട് ലിസ്റ്റിൽ നിന്നുള്ള ഓരോ ടോപ്പിക്കുകളും എടുത്ത് നമ്മൾ ഓരോ ദിവസം പഠിക്കാനായിട്ട് നോക്കണം. അത് പഠിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് SCRT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സെലക്ട് ലിസ്റ്റിലുള്ള നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റുകൾ 5 മുതൽ 10 വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ എവിടെയൊക്കെയാണുള്ളതെന്നുള്ളത് നമ്മൾ കണ്ടെത്തി പഠിക്കണം. നമ്മൾ സ്വയം അത് കണ്ടെത്തി പഠിക്കുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. ഇത് നമ്മൾ ഇനി കണ്ടെത്താനായിട്ട് സമയം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ PSC ത്രില്ലർ പോലുള്ള ചാനലുകളിൽ ഡീറ്റെയിൽഡ് നോട്ട്സും അതിൻ്റെ PDF എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ച് പഠിക്കാം. ഇനി SCRT ബുക്കൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCRT ടെക്സ്റ്റ് ബുക്കുകളുടെ റാങ്ക് ഫയൽസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിന് ഏത് പബ്ലിക്കേഷൻസിൻ്റെ ആണോ നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു പബ്ലിക്കേഷൻ്റെ SCRT ബേസിലുള്ള റാങ്ക് ഫയൽ നമ്മൾ വാങ്ങിക്കുക. അതോടൊപ്പം തന്നെ SCRT ബുക്കിൻ്റെ PDF നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഈ PDF എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ സമഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ 5 മുതൽ 10 വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ആയിട്ട് നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതോടൊപ്പം വേണമെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്നും പറഞ്ഞിട്ടും കിട്ടും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങൾ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചോദ്യം പോലെ കൊടുത്തിട്ടുള്ളതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഈ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുണ്ടാവും. അപ്പം അതും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ചിലപ്പം PSC ഇപ്പോൾ അതിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ റാങ്ക് ഫയലും
PDF ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം. അത് എന്തിനാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ചെറിയ ചെറിയ പോയിന്റ്സ് ഒന്നും ഈ റാങ്ക് ഫയൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് ഒരു പോയിന്റ് പോലും നമുക്ക് മിസ്സാവാതിരിക്കാനാണ് ഇത് കമ്പൈൻ ചെയ്ത് പഠിക്കാനായിട്ട് പറയുന്നത്. സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കി സെലക്ട് ലിസ്റ്റിൽ നിന്നുള്ള ഓരോ ടോപ്പിക്കും SCERT ബുക്കിൽ നിന്നും റാങ്ക് ഫയലിൽ നിന്നും എടുത്ത് പഠിക്കുന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ മെത്തേഡ്. അടുത്തെന്ന് പറയുന്നത് മലയാളവും ഇംഗ്ലീഷും മാത്സ്. ഇതിൽ മലയാളം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. കാരണം 2017 മുതൽ ലേറ്റസ്റ്റ് ആയിട്ട് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മലയാളമാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. മുൻപൊക്കെ മലയാളത്തിൽ കൂടുതൽ ഗ്രാമർ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദശുദ്ധി, ഒറ്റപ്പദം, പര്യായ പദം, വിപരീത പദം, അതുപോലെ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ശരിയായ വാക്യം, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് റിപ്പീറ്റായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പര്യായപദത്തിൽ തന്നെ രക്തം, തീയ്, സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്, താമര, സമുദ്രം, ആകാശം, ആന, പൂവ്, കണ്ണ്, മുഖം തുടങ്ങിയ തുടങ്ങിയ വാക്കുകളൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇപ്പം നമ്മൾ പദശുദ്ധി പഠിക്കുകയാണെങ്കിൽ തെറ്റും ശരിയും കൂടെ പഠിക്കരുത്. ശരിയായിട്ടുള്ള പദം മാത്രം നമ്മൾ പഠിക്കാനായിട്ട് നോക്കണം. അതൊക്കെ എഴുതി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യവും. ഇംഗ്ലീഷും കൂടുതലും റിപ്പീറ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഉദാഹരണത്തിന് ഈഫ് ക്ലോസിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 80% ഹാഡ് V3 ഫോം വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈഫ് ക്ലോസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈഫ് ക്ലോസ്, അതുപോലെ ഫോറിൻ വേർഡ്സ്, ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല, ഫ്രേസൽ വെർബ്, ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ആന്റണിംസ്, സിനോണിംസ്, ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടാണ് ഇംഗ്ലീഷിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ആന്റണിംസും സിനോണിംസും പോലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആന്റണിംസും സിനോണിംസും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഓൺ വോയിസ് നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പഠിക്കുക. നമ്മളിപ്പം ഫുഡ് കഴിക്കുന്ന സമയത്തോ എവിടെയെങ്കിലും ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ വോയിസ് ഒന്ന് കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് തലച്ചോറിൽ അത് പതിഞ്ഞ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിനും നമുക്കത് എഴുതാനായിട്ട് പറ്റും. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് റീൽസ് കണ്ട് സമയം കളയുന്നതിന് പകരം നമ്മൾ ഈ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് കേട്ട് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ മസനോടി വഴി ഊട്ടിക്ക് പോകുന്ന സമയത്തിന് നമുക്ക് PSC വഴി സർക്കാർ ജോലി നേടാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിന് വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ സമയമെങ്കിലും ചിലവഴിക്കാനായിട്ട് നോക്കണം. മാത്സിന് വേണ്ടി നമുക്കൊരു പ്രത്യേകം ബുക്ക് തന്നെ കരുതണം. സിലബസ് നോക്കിയിട്ട് അതിൽ വരുന്ന പോർഷൻസിൻ്റെ ഇക്വേഷൻസ് നമ്മുടെ ബുക്കിലൊന്ന് എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഒരുമിച്ചൊന്ന് വായിച്ച് നോക്കിയിട്ട് കയറാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ മാത്സിന് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാതെ ടിപ്സും ട്രിക്സും ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം PSCക്ക് മാത്സിലൊക്കെ ഈ ചില ക്വസ്റ്റ്യൻസ് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആൻസർ കിട്ടുന്നില്ല, 3 വട്ടം ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഈ മാത്സിൽ നമുക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളെയോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലുകളെയോ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ മാത്സിന് വേണ്ടി നിങ്ങൾ 1 മണിക്കൂറെങ്കിലും എന്തായാലും ചിലവഴിക്കാൻ നോക്കണം. അടുത്ത ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് 20 മാർക്കോളം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിന് ചോദിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സിന് സെലക്റ്റീവ് സ്റ്റഡി തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ISRO, G20, എഴുത്തച്ഛൻ പുരസ്കാരം, ജ്ഞാനപീഠം, ഓസ്കാർ, നോബൽ പ്രൈസ്, ഗ്രാൻഡ് സ്ലാംസ്, വൺ ഡേ ക്രിക്കറ്റ്, ഫുട്ബോൾ വേൾഡ് കപ്പ്, ചുഴലിക്കാറ്റുകൾ, അതുപോലെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്ര ബജറ്റ്, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് നോക്കണം. കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഈ പറഞ്ഞ പോലെ മാത്സിന് പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് നമുക്കൊരു ബുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കണം. അപ്പോൾ ഒരു ദിവസം വായിക്കുന്ന ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം. നമ്മൾ സ്വയം നോട്ട് പ്രിപ്പയർ ചെയ്യിക്കണം അവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യം അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. പിന്നെ അതുപോലെ ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴുള്ള മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ കുറിച്ച് നമ്മൾ ഇപ്പം വാർത്തകളിൽ കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ
പതിഞ്ഞു കിടക്കും. അതായത് ഈ മന്ത്രിമാരുടെ പേര് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് മന്ത്രിമാരുടെയൊക്കെ പേരുകൾ. അപ്പോൾ നമ്മളിപ്പം തുറമുഖമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത കാണുമ്പോൾ നമുക്കത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് കിടക്കും. ഇന്ന ആളാണ് തുറമുഖ മന്ത്രി എന്നുള്ളത് നമ്മുടെ മനസ്സിലത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം കൂടി നമുക്കുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സിലബസ് പ്രിന്റ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ സെറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ പഠിക്കേണ്ട രീതികളും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി വരുന്ന LDC പരീക്ഷയ്ക്ക് നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കണം. അത് ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് പറയുന്നില്ല. ഒരു ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ മെത്തേഡിൽ എല്ലാം കവർ ചെയ്തിട്ടാണ് എന്നൊരു ഉറപ്പോട് കൂടി നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കണം. ഇങ്ങനെ ഇഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് LDC നേടാനായിട്ട് പറ്റും. ഇത്രയും നാളും നമ്മളെ പരിഹസിച്ചവരുടെ മുമ്പിൽ ഒന്നും ആയില്ലേ, PSCക്ക് പോയിട്ടൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് ജോലി കിട്ടി എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തണം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇഫക്റ്റീവ് സ്റ്റഡിയാണ്. അത് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അതിന് സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ പഠിച്ചിട്ടുള്ള രീതി വെച്ചിട്ടുള്ള നോട്ട്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്